നമ്മൾ ഇന്ന് ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഫിഷ് വേണം. ഇവിടെ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. ഒരു 250 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ ബിരിയാണി അരി, അത് 1.25 കപ്പ് ഉണ്ട്. കഴുകി വെള്ളം വാർന്നെടുത്ത് വെച്ചേക്കുവാണ്. പിന്നെ ചെറിയ 3 സവാള നീളത്തിൽ അരിഞ്ഞത്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു വലിയ കഷ്ണം പട്ട, 3-4 ഏലക്കയും ഗ്രാമ്പു. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. 10-12 അല്ലി വെളുത്തുള്ളി, പിന്നെ 5 പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തത്, ഒരു തക്കാളി നീളത്തിൽ മുറിച്ചത്, ഒരു നാരങ്ങയുടെ പകുതി, 1/4 കപ്പ് തൈര്, 1 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ അരിഞ്ഞത്, പിന്നെ 3-4 വെളുത്തുള്ളി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം 1/2 ടീസ്പൂൺ വരും ഇത്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1.25 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ കറുവപ്പട്ടയും പെരുംജീരകവും കൂടെ പൊടിച്ചത് 1 ടീസ്പൂൺ. പിന്നെ ഗാർണിഷിങ്ങിനായിട്ട് ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് നട്ട്സും റേസിൻസും, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം ആവശ്യത്തിന്. ആദ്യം നമുക്ക് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. കുറച്ച് ഉപ്പിടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇതിൽ നിന്നൊക്കെ കുറേശ്ശെ നമുക്ക് മീനിലേക്ക് ചേർക്കാം. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഈ വെളുത്തുള്ളി അരച്ചത് ഇതും കൂടി ഇതിലേക്ക് ചേർക്കാം. മീനിൽ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി വേവിക്കാനായിട്ട് വെക്കാം. സ്റ്റോവിൽ ഒരു കടായി വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ആദ്യം നട്ട്സും റേസിൻസും ഇട്ട് ഫ്രൈ ചെയ്ത് മാറ്റാം. ഇതിലേക്ക് ഇനി റേസിൻസ് കൂടെ ഇടാം. ഇത് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് എടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഗാർണിഷിങ്ങിനായിട്ട് വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. നമുക്കിനി അരി ഫ്രൈ ചെയ്യണം. പാനിൽ നിന്ന് കുറെ എണ്ണ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം 1 ടീസ്പൂൺ എണ്ണയേ ഉള്ളൂ. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇടാം. ഇതിലേക്ക് ഇനി കഴുകി വെള്ളം വാർന്ന് വെച്ചേക്കുന്ന അരി ഇടാം. ചെറിയ ഫ്ലെയിമിലേക്ക് മാറ്റി 2-3 മിനിറ്റ് നേരം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിനി ഇതിലേക്ക് അരി വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. 1.25 അരിക്ക് 2.5 കപ്പ് വെള്ളം ചേർക്കാം. അരമുറി നാരങ്ങയുടെ നീര് കൂടെ ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. അരി തിളച്ചു വരുന്നുണ്ട്. നമുക്കിനി ഇത് ചെറിയ തീയിലാക്കി അടച്ചു വെച്ച് വേവിക്കാം. ഇത് ഇടയ്ക്ക് ഇളക്കി വെക്കാം നമുക്ക്. ഇപ്പൊ ഇതൊരു 3/4 വേവായിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ വറ്റാനുണ്ട്. അരി കുറച്ചുകൂടെ വേവാനുണ്ട്. നമുക്കിനി ഇത് ബാക്കി സമയം കൂടെ അടച്ചു വയ്ക്കാം. റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം.
റൈസ് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മസാല ഉണ്ടാക്കണം. നമുക്ക് ആദ്യം മീൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഫിഷ് ആദ്യം നമ്മൾ ഫ്രൈ ചെയ്യുന്നത് ഇത് പിന്നീട് മസാലയിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരുപാടങ്ങ് മൂക്കണ്ട, നമുക്കിത് തിരിച്ചിടാം. ഇനി ഇത് ഇത്രയും ഫ്രൈ ചെയ്യാൻ മതി. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് കടായിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടാം. ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. വെളുത്തുള്ളി ഇടാം. ചതച്ചു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഉള്ളി വഴന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടി, കറുകപ്പട്ടയും പെരുംജീരകവും കൂടെ പൊടിച്ചത്, കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ വഴറ്റാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. നമുക്കിതൊരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന 1/4 കപ്പ് തൈര് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇപ്പം ഗ്രേവി തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഫിഷ് ചേർക്കാം. നമുക്കിനി ഇത് ചെറിയ ഫ്ലെയിമിലാക്കി 5 മിനിറ്റ് നേരം അടച്ചു വെക്കാം.
മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ബിരിയാണി സെറ്റ് ചെയ്യാം നമുക്ക്. ഈ മസാലയുടെ പകുതി ആദ്യം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. മസാലയിൽ നിന്ന് പകുതി മാറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന റൈസിൽ നിന്ന് പകുതി പാനിലേക്ക് ചേർക്കാം. ഇതൊന്ന് സ്പ്രെഡ് ചെയ്യിക്കാം ഇങ്ങനെ. ഇനി ഇതിന്റെ മുകളിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഫിഷ് മസാല ഇടാം. ഇനി ബാക്കിയുള്ള റൈസ് ഇതിന്റെ മുകളിലേക്ക് ഇടാം. ഇതും സ്പ്രെഡ് ചെയ്യിക്കാം നേരത്തെ പോലെ. നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇടാം ഇതിന്റെ മുകളിലേക്ക്. നമ്മൾ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും നട്ട്സും റൈസിൻസും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഫ്ലെയിമിൽ 10 മിനിറ്റ് നേരം അടച്ചു വെക്കണം. ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇളക്കിയെടുക്കാം.